നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മത്സര പരീക്ഷാർത്ഥികൾക്കായിട്ട് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ആദ്യം ഇവിടെ പരിശോധിക്കാം. അങ്ങനെ വന്നൊരു ചോദ്യം പരിശോധിക്കാം. ആദ്യം ഫൈൻഡ് ദ സം ഓഫ് multiples of 5 up to 100. അപ്പം 100 വരെയുള്ള 5ൻ്റെ ഗുണിതങ്ങളുടെ ആകെത്തുക എടുക്കാനാണ് ചോദ്യം. ഇത് എളുപ്പം നമുക്ക് പറയാൻ പറ്റണം. എളുപ്പം പറയാൻ പറ്റുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ഇത് വിശദമായി പഠിക്കാനുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്കിതിന് ആദ്യം 100 വരെയുള്ള 5ൻ്റെ ഗുണിതങ്ങളിൽ നമുക്കറിയാം ആദ്യത്തത് 5 തന്നെ ആയിരിക്കും. പിന്നെ 10, 5ൻ്റെ ഗുണിതങ്ങൾ 10, 15 ഇങ്ങനെ പോയി അവസാനം 100 വരും. അപ്പം നമുക്കിതറിയാമല്ലോ 100 വരെയുള്ള. അപ്പോൾ ഈ 5ൻ്റെ ഗുണിതം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 100 കൊണ്ട് 5 കൊണ്ട് വരിക്കുമ്പം എത്ര പദങ്ങൾ അതിനകത്ത് വരും, ഇതിൻ്റെ ഇടയ്ക്കൂടെ ചേർത്ത് മൊത്തം എത്ര വരും എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 5 തൊട്ട് 100 വരെ 5ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പം 100 ഭാഗം 5 20 ടേം വരും. ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ എണ്ണി വരുമ്പോൾ 20. നമ്പർ ഓഫ് ടേം എന്ന് പറഞ്ഞാൽ 20ആണ്. ആദ്യത്തെ പദം 5, അവസാനത്തത് 100. നമുക്കിത് ചോദ്യം ഇങ്ങനെ കിട്ടി. പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എത്ര ടേംസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് എളുപ്പം ചെയ്യാവുന്ന രീതി എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒന്നാമത് ഏതാ 5. 5ൻ്റെ പകുതി 2.5 അധികം 100ൻ്റെ പകുതി എത്ര 50. അപ്പം 2 കൂടെ കൂട്ടുമ്പോൾ 52.5 ആയി. ഇതിനെ ഈ നമ്പർ ഓഫ് ടൈം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ടൈം എത്ര 20. എങ്ങനെ കിട്ടുന്നത്? 52.5നെ 20 കൊണ്ട് ഗുണിക്കുമ്പം അപ്പം 10 കൊണ്ട് 2 പ്രാവശ്യം ഗുണിക്കും. അതാണ് എളുപ്പം. അപ്പം 525നെ 10 കൊണ്ട് ഗുണിക്കുമ്പം എത്ര? 52.5നെ 10 കൊണ്ട് ഗുണിക്കുമ്പം 525 കിട്ടും. വീണ്ടും ഒരു 10 കൊണ്ട് ഗുണിക്കുമ്പം 525. അപ്പോൾ 20 കൊണ്ടുപോയി. അപ്പോൾ കൂട്ടി നോക്കാം. 5 5 10 1 5 ഉണ്ടോ 1050 കിട്ടും. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം 52.5 × 20 1050. ഇതാണ് ഇതിൻ്റെ ഉത്തരം. നമുക്കിങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതുപോലെ നമുക്ക് വേറെ ഒന്നുകൂടെ നോക്കാം. ഇപ്പം 1,00,000 ആണെന്നിരിക്കട്ടെ വരുന്നത് 1,00,000. അപ്പം പെടുത്ത് ഒരു ചോദ്യം ചോദിക്കാൻ വലിയ പാടുവിടും. ഒരു പ്രയാസമില്ല. അതെ 1 മുതൽ 1, 2, 3 തുടങ്ങി 1,00,000 വരെയുള്ള 1, 2, 3 തുടങ്ങി 1,00,000 വരെയുള്ള ആ എണ്ണൽ സംഖ്യകളുടെ ആകെ തുക ടോട്ടൽ കണ്ടുപിടിക്കണമെന്നാണ് ചോദ്യമെങ്കിൽ നമുക്കറിയാം 1ൻ്റെ പകരത്തിൽ 0.5. 1,00,000ൻ്റെ എത്ര 50,000. 50,000 ആണ്. 50,000 ഇത് എത്ര എണ്ണം വരണമെന്ന് വെച്ചാൽ 1 തൊട്ട് 2 തൊട്ട് 3 വരെ 1,00,000 വരെ ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 1,00,000 തന്നെയാണ്. കാരണം 1, 2 എന്ന് എഴുതി ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 1,00,000 വരുന്നുണ്ട്. അപ്പം 50,000 അധികം 0.5 തരാം 50,000.5. ഇതിനെ 1,00,000 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. 1,00,000 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ ഗുണിക്കാൻ എളുപ്പം എന്ന് പറയുമ്പോൾ ഈ ഒരു 0 ആകുമ്പോൾ ഈ ദശാംശം മാറും. അപ്പം ഇത് ഇങ്ങനെ ആയി സംഖ്യ. പിന്നെ എത്ര ഉണ്ട്? 1, 2, 3, 4 0. ഇതാണ് ഇതിൻ്റെ 1 തൊട്ട് 1,00,000 വരെയുള്ള 1 അധികം 2 അധികം അങ്ങനെ കൂട്ടിയാൽ കിട്ടുന്ന ഒറ്റ 10, 100, 1000, 16,00,000, 10,00,000 കൂടി 10 കൂടി 100 കൂടി 500 കൂടി എത്ര വരും? ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10,00,000 കൂടി 10 കൂടി 100 500 കൂടി 50,000 വരും. അതാണ് അതിൻ്റെ 1,00,000 വരെയുള്ള സംഖ്യകൾ. നമുക്ക് എളുപ്പം ഇങ്ങനെ ഏത് കണക്ക് വേണമെങ്കിലും നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. എന്നാൽ ഇത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഈ പ്രോഗ്രഷനെ പറ്റി നമുക്ക് ഒന്നുകൂടെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലുള്ള ഒരു ചെറിയ കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അതായത് ഒരു സംഖ്യ നമുക്കിവിടെ നമുക്കിത്
ഒരു 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇതൊരു പ്രോഗ്രഷനാണ്. കാരണം ഇതിനകത്തൊരു കോമൺ ഡിഫറൻസ്, അതാണ് കോമൺ ഡിഫറൻസ് ഉള്ളതാണ് നമ്മൾ അരിത്തമാറ്റിക് എന്ന് പറയുന്നത്. ഒന്നിനോടൊന്ന് ചേർത്താൽ 2 കിട്ടും, 2നോടൊന്ന് ചേർത്താൽ 3, 3നോടൊന്ന് 4, 4നോടൊന്ന് ചേർത്താൽ 5. അപ്പം ഒരു സ്ഥിരമായ സംഖ്യ കൂട്ടി കൂട്ടി പോയി കിട്ടും. അതാണ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. അപ്പം നമുക്ക് ഇതിനകത്ത് പഠിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഈ ടേംസിൻ്റെ ഇതൊരു ടേമാണ്, ഇതൊരു ശ്രേണിയാണ്, പ്രോഗ്രഷനാണ്. അത് 1, 9, ഇത് ലാസ്റ്റ് 1, ഇത് 9 ലാസ്റ്റ്. ഇതിനകത്ത് നമ്മൾ അറിയേണ്ട അതല്ല, ഈ ടേംസിലെ മാധ്യം, അതായത് മധ്യഭാഗത്തെ ടേം ഏതാണെന്ന് നോക്കണം. ഇപ്പോൾ ഇത് 1 തൊട്ട് 9 ഒറ്റ സംഖ്യയുണ്ട്. നമ്മൾ 1, 2, 3, 4 1, 2, 3, 4 അതുകൊണ്ട് ഈ ഒരെണ്ണം വരും. ഇത് മാധ്യം എന്ന് പറയും. ഈ ശ്രേണിയിലെ മാധ്യം എന്ന് പറയുന്നത് 5ആണ്. ഈ 5നെ നമ്മൾ എന്ത് ചെയ്യണം? 1, 2, 3, 4, 5, 6, 7, 8, 9 അതാണ് നമ്പർ ഓഫ് ടൈം. 9 കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ടോട്ടൽ കിട്ടുന്ന പറയുന്നത്. ഇപ്പം ഈ ടൈംസിനെ ഇതിൻ്റെ മാധ്യം കൊണ്ട് ഗുണിക്കുക. അതായത് 5 ഗുണം 9 സമം 45 കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ചെറിയ പരിശോധന നടത്താം. ഈ നമ്മളിങ്ങനെ മാധ്യത്തിനെ കൊണ്ട് ഈ നമ്പർ ഓഫ് ടൈം വിളിക്കും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണൊരു അതുകൊണ്ട് വന്നു ചേരാനുള്ള സാധ്യത നമുക്കൊന്ന് പരിശോധിക്കാം. അതാ ഒന്നായത് 5 × 9 ആണ്. 5 + 5 + 5 അങ്ങനെ 9 പ്രാവശ്യം കൂട്ടുന്നതാണ് 5 ഗുണം 9. അത് ഞാൻ ഇതൊന്ന് മാറ്റി ചിന്തിക്കപ്പെടും. ഒന്നാമത്തെ പദം, അവസാനത്തെ പദം, ഇത് രണ്ടും ഞാൻ ഇനി എടുത്ത് 9, 1. 9, 1 എത്ര? 10. അതിനെ തുല്യ ഭാഗങ്ങളായിട്ട് വീതിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് 10ൻ്റെ പകുതി 5, പകുതി 5. അതുപോലെ 2ഉം ഈ 8ഉം കൂടെ ഞാൻ ഇങ്ങനെ എടുത്ത് 8 2 എത്ര? 10. അതിനെ ഞാൻ വീതിച്ച് ഇങ്ങനെ കൊടുത്ത് 5, 5. ഇനി 3 ഉണ്ട്, 7 ഉണ്ട്. 7, 3, 10. 10നെ ഞാൻ 2ആയിട്ട് ഈക്വലായിട്ട് വീതിച്ച് 5, 5. ഇനി 4ഉം ഉണ്ട്, 6ഉം ഉണ്ട്. 6, 4, 10നും അത് ഈക്വലായിട്ട് വയ്ക്കുമ്പോൾ 5, 5. പിന്നെ ഈ മാധ്യം 5. അപ്പോൾ എത്ര ഉണ്ടായി? 5 + 5 + 5 + 5 + 5 + 5 + 5 + 5 + 5. അതായത് 5നെ 9 പ്രാവശ്യം കൂട്ടുക. അതാണ് മൾട്ടിപ്ലിക്കേഷൻ. 5 ഗുണം ഇങ്ങനെ കൂട്ടി 5, 5, 10, 15, 20, 5, 10, 15, 20, 25, 30, 35, 40, 45 കൂട്ടിയപ്പോൾ കണ്ടാൽ മതി. അതാണ് 5 കൊണ്ട് 5 ഗുണം 9 സമം 45. ഇതുകൊണ്ടാണ് മാധ്യത്തിനെ ഈ എണ്ണം കൊണ്ട് ഗുണിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ, റിയലായ, യഥാർത്ഥമായ അർത്ഥം അതാണ്. അതൊന്ന് മനസ്സിലാക്കാനാണ് ഇത് പറഞ്ഞത്. ഇനി ഇതിനെപ്പറ്റി വിശദമായി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പിന്നെ അതിൻ്റെ ഈ സമവാക്യങ്ങളൊക്കെ വെച്ച് ഒരു ക്ലാസ് കൂടെ എടുക്കുന്നുണ്ട്. ആ ക്ലാസ് കൂടെ എടുത്ത് നമുക്ക് അതുവരെ ഈ പെട്ടെന്ന് പരീക്ഷയ്ക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ മാത്രം ഇത് എടുക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റി അറിയിച്ചു കൊടുക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി.